നമ്മൾ പുരുഷാവകാശ കമ്മീഷൻ വേണമെന്ന് 10 വർഷമായി പറഞ്ഞുകൊണ്ട് കിടക്കുകയാണ്. മനസ്സിലായി? ഇപ്പോഴാണ് മാധ്യമങ്ങൾ പോലും ശ്രദ്ധിച്ചു തുടങ്ങിയത്. പുരുഷാവകാശ കമ്മീഷൻ വേണം, കെഎസ്ആർടിസി ബസ്സിൽ പുരുഷന്മാർക്ക് സംവരണം വേണം. ഇപ്പോഴെന്ന് പറഞ്ഞാൽ കെഎസ്ആർടിസി ബസ്സിൽ കയറി കഴിഞ്ഞാൽ പെൺകുട്ടികളെല്ലാം സ്ത്രീകളുടെ അവരുടെ സംവരണ സീറ്റുകൾ ഒഴിഞ്ഞു കിടന്നാൽ പോലും നേരെ വന്ന് ജനറൽ സീറ്റുകൾ വന്നിരിക്കും. എന്നാൽ അവർ ഇരുന്നോട്ടെ, പക്ഷെ ഇതുപോലുള്ള ചെറ്റത്തരങ്ങൾ കാണിക്കാതിരിക്കണം. അല്ലെ? ഒരു മനുഷ്യന്റെ ജീവൻ, അത് പെണ്ണായാലും ആണായാലും ഒരു ജീവനാണ്. അവരെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് പേര് ഈ സമൂഹത്തിലുണ്ട്. അതും കൂടി മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാതെയാണ് പെൺകുട്ടികൾ വീഡിയോ എടുത്തിട്ട് വൈറലാവാൻ വേണ്ടിയിട്ട് നടക്കുന്നത്. ഇതൊക്കെ നമുക്ക് വാക്കുകൾ വളരെയധികം മോശമായിട്ടാണ് വരുന്നത്. ഇന്ന് അപ്പന്റെ അമ്മയുടെ കരച്ചിൽ കേട്ടിട്ടുണ്ടല്ലോ. എനിക്ക് അവിടെ നിന്ന് അവരോട് സംസാരിക്കാൻ ഇതേവരെ പറ്റിയിട്ടില്ല. കാര്യം അവരോട് ഞാൻ സംസാരിച്ചാൽ ഞാൻ കരഞ്ഞു പോകും. അതാണ് സ്ഥിതി. അത്രത്തോളം കരഞ്ഞുകൊണ്ട് ആ അപ്പനും അമ്മയുടെ അടുത്ത് ഇപ്പോഴും എനിക്ക് സംസാരിക്കാൻ പറ്റിയിട്ടില്ല. കാരണം എന്തുകൊണ്ട് ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ മനസ്സ് ഇത്രയും മൃഗീയമായി പോകുന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. വളരെയധികം വിഷമമുണ്ട്. പോലീസ് എന്ന് പറഞ്ഞാൽ ഒരു നടപടി എടുക്കുന്നില്ല എന്നുള്ളതാണ്. പോലീസ് എഫ്ഐആർ ഇട്ട് വേറൊരു പുരുഷനായിരുന്നെങ്കിൽ, ഒരു പെണ്ണാണ്, ഒന്നും വേണ്ട, ദീപക് ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ ഇതുപോലെ കൊല്ലേണ്ട ഒരു മരണത്തിലേക്ക് നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ദീപക് ഇവിടെ കിടന്നുറങ്ങുമായിരുന്നു. ഇപ്പൊ സെൻട്രൽ ജയിലിലായനായിരുന്നു. അല്ലെ? അതെന്തുകൊണ്ട് നേരെ തിരിച്ചുണ്ടാകുന്നില്ല? തിരിച്ചുണ്ടാകണം. ജീവനെല്ലാം ഒരേപോലെയാണ്, ആണായാലും പെണ്ണായാലും. ആ നടപടി ഉണ്ടാവണം. അത് ഉണ്ടാക്കിയിട്ട് ഇനി പോകുന്നുള്ളൂ ഞങ്ങൾ. മെൻസ് അസോസിയേഷൻ സെക്രട്ടറി ഇനി ഒരു മുന്നോട്ടുള്ള എങ്ങനെയാണ് കാര്യങ്ങൾ? ഓൾറെഡി ഇപ്പോ ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല, നിരാകരണ സമരത്തിലേക്ക് പോകാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയാണ്. സ്റ്റേഷൻ പിക്കറ്റിംഗ് ഉൾപ്പെടെ, മെഡിക്കൽ കോളേജ് സ്റ്റേഷൻ പിക്കറ്റിംഗ് ഉൾപ്പെടെയുള്ള മറ്റ് നടപടികളുമായിട്ട് ഞങ്ങൾക്ക് മുന്നോട്ട് നടപടി ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ പിന്നെ മാറും. യാതൊരു മാറ്റമില്ല.